ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. യിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അബുദാബിയിലെ സ്കൂളുകളിൽ അധ്യാപകർക്കായി പുതിയ പ്രൊഫഷണൽ എത്തിക്സ് കോഡ് പുറത്തിറക്കി. സ്കൂളുകളിലെ അന്തരീക്ഷം മെച്ചപ്പെടുത്തുക, വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും സംരക്ഷിക്കുക തുടങ്ങിയ ലക്ഷ്യത്തിലാണ് ഈ നിയമങ്ങൾ പുറത്തിറക്കിയത്. കൂടാതെ എല്ലാ അധ്യാപകരും ജീവനക്കാരും ഇത് നിർബന്ധമായും പാലിച്ചിരിക്കണമെന്നും അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഈ നിയമം സംബന്ധിച്ച് അബുദാബി വിദ്യാഭ്യാസ വകുപ്പ് കോഡ് പുറത്തിറക്കിയത്. കൂടാതെ ഈ നിയമങ്ങൾ പാലിക്കാത്തവർക്കെതിരെ നിയമപരവും ഭരണപരവുമായ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. അതിനാൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന കാര്യങ്ങളിൽ വ്യക്തത വേണമെന്നും കൂട്ടിച്ചേർത്തു. മതം, വംശം, രാജ്യം, സാമൂഹിക നില, പ്രായം, ലിംഗഭേദം എന്നിവയുടെ പേരിൽ വ്യക്തികളെ വേർതിരിച്ച് കാണുകയോ ദ്രോഹിക്കുകയോ ചെയ്യാൻ പാടില്ല. ഗർഭിണികളായ വനിതാ ജീവനക്കാരോട് വിവേചനം കാണിക്കാൻ പാടില്ല. എല്ലാ വിദ്യാർത്ഥികളോടും സഹപ്രവർത്തകരോടും അധ്യാപകർ നല്ല രീതിയിൽ തുല്യമായി പെരുമാറണം. ക്ലാസുകളിൽ തീവ്രവാദം, വംശീയത, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ മോശം ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. സാംസ്കാരികമായി യോജിക്കാത്തതും സ്കൂളിലെ ഡ്രസ് കോഡിന് വിരുദ്ധമായ വസ്ത്രങ്ങൾ ധരിക്കരുത്. അധ്യാപകന് യോജിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. സഹപ്രവർത്തകരെയോ വിദ്യാർത്ഥികളെയോ വാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ ഉപദ്രവിക്കരുത്. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നോ ചർച്ചകളിൽ നിന്നോ സഹപ്രവർത്തകരെ ഒഴിവാക്കരുത്. വിദ്യാഭ്യാസ യോഗ്യതകളോ പ്രവൃത്തി പരിചയമോ തെറ്റായി കാണിക്കാൻ പാടില്ല. അധ്യാപകർ ക്ലാസ് മുറികളിൽ മാത്രമല്ല, വിദ്യാർത്ഥികളോടും സഹപ്രവർത്തകരോടും ജീവനക്കാരോടും മാതാപിതാക്കളോടും സത്യസന്ധത, ബഹുമാനം, നീതി എന്നിവ പാലിച്ചുകൊണ്ട് പെരുമാറണമെന്നും കോഡിൽ വ്യക്തമാക്കുന്നു. ഈ പുതിയ നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്താൻ സ്കൂളുകൾ പരിശീലന പരിപാടികൾ ഉൾപ്പെടെ നടത്താൻ തീരുമാനിക്കുന്നുണ്ട്. മലിനമായ കുപ്പിവെള്ളം കുടിച്ചതിനെ തുടർന്ന് ഒമാനിൽ 2 പേർ മരണപ്പെട്ട സംഭവത്തിൽ ഗൾഫ് മേഖലയിലെ പ്രവാസികൾക്കിടയിൽ ആശങ്കകൾ ഉയരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഒമാനിൽ സുവൈക്ക് വിലായത്തിൽ ഒമാനി പൗരനും പ്രവാസിയും വിഷബാധയേറ്റ് മരിച്ചത്. ഈ സാഹചര്യത്തിൽ ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി. കുപ്പിവെള്ളം ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇറാനിയൻ ബ്രാൻഡിലുള്ള കുപ്പിവെള്ളം കുടിച്ചതാണ് വിഷബാധയ്ക്ക് കാരണമായതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതേ വെള്ളം കുടിച്ച ഒരു സ്ത്രീ നിലവിൽ ചികിത്സയിലാണ്. സംഭവത്തെ തുടർന്ന് അധികൃതർ വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തിയതിൽ നിന്നും മാലിന്യം കലർന്നതായി കണ്ടെത്തി. അതിനാൽ താമസക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഒമാൻ അധികൃതർ അടിയന്തര നടപടികളും സ്വീകരിച്ചു. ഇറാനിൽ നിന്നുള്ള എല്ലാ കുപ്പിവെള്ളത്തിന്റെയും ഇറക്കുമതിക്ക് ഉടൻ തന്നെ നിരോധനവും ഏർപ്പെടുത്തി. കൂടാതെ യിലെ വിപണികളിൽ നിന്നും ഈ ബ്രാൻഡിലുള്ള എല്ലാ കുപ്പിവെള്ളവും പിൻവലിക്കാനുള്ള നടപടികളും അധികൃതർ സ്വീകരിച്ചു. ഈ ബ്രാൻഡിലുള്ള വെള്ളം ആരും തന്നെ ഉപയോഗിക്കരുതെന്നും മറ്റേതെങ്കിലും ബ്രാൻഡിലുള്ള കുപ്പിവെള്ളത്തിൽ സംശയമുണ്ടെങ്കിൽ ഉടൻ അധികൃതരെ അറിയിക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. ഈ സംഭവത്തെ തുടർന്ന് യിലെ പ്രവാസികൾക്കും രാജ്യത്തെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകണമെന്നും അറിയിച്ചു. യിൽ ശക്തമായ ഭക്ഷ്യ ജല സുരക്ഷാ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങളിൽ പ്രവാസികൾക്ക് വ്യക്തമായ ധാരണ ഇല്ലാത്തതിനാലാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.